ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിപ്പോ മയക്കുമരുന്ന് കേസാണെന്നാ കേട്ടത്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോൾക്ക് ശത്രുക്കൾ ഒഴിഞ്ഞ നേരമില്ലല്ലോ. ഈ വിറകടുപ്പിൽ വേവിക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടുമെന്ന് പഴമക്കാര് പറയുന്നത് എത്ര ശരിയാ. ഈ ബസ്സിൽ താമസമായത് പിന്നെ ഗ്യാസ് അടുപ്പ് കണ്ട കാലം മറന്ന്. സോമൻ വാ വാ, ഈ സമയത്ത് വന്നത് നന്നായി. നല്ല ആസയിലേക്ക് അപ്പപ്പുഴുക്കും കട്ടനുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. സോമന്റെ നല്ല മനസ്സും സ്നേഹവും കൊണ്ടാണല്ലോ ഞങ്ങളുടെ അടുപ്പിൽ ആഹാരം വേവുന്നത്. അതൊന്നുമല്ല മാധവ, നിങ്ങളുടെ പരിശ്രമവും മനസ്സുമാണ് പ്രധാനം. പിന്നെ വർക്ക്ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു മാധവ? സത്യം പറയാമല്ലോ സോമ, ഈ ജന്മം ഇനി ജാക്കിയും സ്പാനറും ടൂൾസും ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് ശാരീരികവും മാനസികമായും തളർന്നു പോയിരുന്നു ഞാൻ. വർക്ക്ഷോപ്പ് തുടങ്ങി വണ്ടികളും സ്പെയർ പാർട്സുകളും കരിയോയിലും ഒക്കെ കാണേണ്ട താമസം എന്നിലെ ആ പഴയ മെക്കാനിക് ഇങ്ങ് തിരിച്ചു വന്നു. ഞാൻ ചായ ഉണ്ടാക്കാം. ഇപ്പൊ വേണ്ട ചന്ദ്രിക. സോമന് തരാൻ കുറച്ച് പണം വെച്ചിട്ടുണ്ട്. പോകുമ്പോ അതുകൂടി കൊണ്ടുപോകാൻ മറക്കരുത്. വണ്ടികൾ ഒരുപാട് അറിഞ്ഞു വരുന്നുണ്ട്. കുറച്ച് സ്റ്റാഫുകളെ കൂടി വെക്കണം. മാധവനെ മെക്കാനിക്കുകളുടെ ഇടയിൽ ഒരു ബ്രാൻഡ് നെയ്മാ. ആ പൈസ വെച്ച് വർക്ക്ഷോപ്പിലേക്ക് പോരാത്തതൊക്കെ വാങ്ങണം. അതാണ് അത്യാവശ്യം. എനിക്ക് തരാനുള്ള പണമൊക്കെ അവിടെ നിൽക്കട്ടെ. താൻ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടോ ഒരു പരിഭ്രമം പോലെ? മാധവൻ വിഷമിക്കരുത്. വന്ദന ലോക്കപ്പിലാണ്. വന്ദന കുറ്റമൊന്നും ചെയ്തിട്ടല്ല, എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അറസ്റ്റിലായെന്നാ കേട്ടത്. ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. എന്താ മാധവേട്ട ഈ കേട്ടത്? വന്ദന ലോക്കപ്പിലാണെന്നോ? ഇതുവരെ ജാമ്യം കിട്ടാത്ത എന്ത് കുറ്റം എന്റെ മോള് ചെയ്തത്? അങ്ങനെ പേടിക്കാനൊന്നുമില്ല ചന്ദ്രികെ. ചെയ്യാത്ത കുറ്റത്തിന് ഇതിനു മുമ്പ് വന്ദന ലോക്കപ്പിൽ കിടന്നിട്ടില്ലേ? വെറും വ്യക്തി വൈരാഗ്യമല്ലാതെ കുറ്റം വല്ലതും ചെയ്തിട്ടാണോ? അതുപോലെ എന്തോ അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. അത് ബോധ്യപ്പെടുമ്പോൾ അവരിറക്കി വിട്ടോളും. എന്താണ് അവളുടെ പേരിലുള്ള കുറ്റം എന്ന് പറ. അതിപ്പോ മയക്കുമരുന്ന് കേസാണെന്നാ കേട്ടത്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോൾക്ക് ശത്രുക്കൾ ഒഴിഞ്ഞ നേരമില്ലല്ലോ. മയക്കുമരുന്നിനെ കുറിച്ച് കേട്ട് കേൾവി പോലും ഇല്ലാത്ത അവളെങ്ങനെ മയക്കുമരുന്ന് കേസിൽ പ്രതിയാവും? അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടില്ല. ചതിയാണ്. അവളെ ആരോ ചതിച്ചതാ. മാധവേട്ട, എനിക്ക് എന്റെ മോളെ കാണണം. ഇപ്പൊ കാണണം. എനിക്ക് അവളെ കാണണം മാധവേട്ട. ചന്ദ്രു,
നന്ദിനിജി, മോളെ പക്ഷേ മോളെ മോളെ ഞാൻ വർഷയാ. ചേച്ചിയുടെ സ്വന്തം അനിയത്തി തന്നെയാ. ചേച്ചി എന്നെ മറന്നോ? നിന്നെ മറക്കാൻ പറ്റൂ മോളെ? നീ മരിച്ചിട്ടില്ല. നീ എന്താ ചെയ്തത്? എവിടെയാ ഒളിച്ചത്? എവിടെയായിരുന്നു ഇതുവരെ? എവിടുന്നാ നീ ഇപ്പൊ വരുന്നേ? ഞാനെല്ലാം വിശദമായിട്ട് പറയാം ചേച്ചി. പക്ഷേ അതിന് പറ്റിയ സ്ഥലവും സാഹചര്യവും അല്ലത്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു മനസ്സും രണ്ട് ശരീരവുമായി നമ്മൾ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതൊക്കെ? ആ കാലമൊക്കെ നമുക്കിനി തിരിച്ചു കിട്ടുമോ ചേച്ചി? അതിനുള്ള മറുപടി നീ തന്നെ പറ. തിരിച്ചു വരും. ഞാനിനി ചേച്ചി വിട്ട് എങ്ങും പോകുന്നില്ല. പക്ഷേ ഈ സമയത്ത് ഇവിടെ സന്ദർശകരെ അങ്ങനെ കടത്തി വിടാറില്ല. എന്നിട്ടും നീ എങ്ങനെ അകത്തു വന്നു? ഞാനിപ്പോഴും നിയമപരമായി വിക്രമിന്റെ ഭാര്യയാണ് ചേച്ചി. വിക്രമിന്റെ ഭാര്യ എന്ന് കേൾക്കാത്ത താമസം തടയാൻ വന്ന കൈകളൊക്കെ പിൻവലിച്ചു. വിക്രം അവനെ എന്നെ ചതിച്ചത്. നമ്മള് കുടുംബാംഗങ്ങൾക്കിടയിൽ ആദ്യം എന്റെ തനി നിറം മനസ്സിലാക്കിയത് ഞാനാ. ഞാനതിന് ശക്തമായി അവനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യം തീർക്കാൻ അവൻ അവസരം കിട്ടിയത് ഇപ്പോഴാ. എന്നെ തകർക്കാൻ മയക്കുമരുന്ന് തന്നെ അവൻ ആയുധമാക്കി. മാനത്തെ കൊട്ടാരം